കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തൃപ്രയാറിലാണ് ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല തീർത്ഥാടനത്തിലെ 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രമാണ് പരമ്പരാഗതമായി ആദ്യം സന്ദർശിക്കേണ്ടത്. പ്രധാന ദേവനായ ശ്രീരാമൻ 4 കൈകളോടെ ഒരു ഗാംഭീര്യമുള്ള രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഭഗവാൻ തൃപ്രയാർ അപ്പൻ അല്ലെങ്കിൽ തൃപ്രയാർ തേവർ എന്നും അറിയപ്പെടുന്നുണ്ട്. ദ്വാരകയിൽ വെച്ചാണ് ശ്രീകൃഷ്ണൻ ആദ്യം ശ്രീരാമ വിഗ്രഹം ആരാധിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിഗ്രഹം കടലിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് ചില മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് ആ വിഗ്രഹം കൊണ്ടുവന്നുവെന്നും പ്രാദേശിക ഭരണാധികാരി തൃപ്രയാറിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നുമാണ് വിശ്വാസം. രാമന്റെ പ്രതിഷ്ഠ 4 കൈകളുള്ള ചതുർഭുജ വിഷ്ണു രൂപത്തോട് സാമ്യമുള്ളതാണ്. അതിൽ യഥാക്രമം ഒരു ശംഖ്, ഒരു ചക്രം, ഒരു വില്ല്, ഒരു മാല എന്നിവയുണ്ട്. അസുരനായ ഖരനെ വധിച്ചതിന് ശേഷമാണ് ശ്രീരാമന് ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ലഭിച്ചതെന്നും അതുകൊണ്ട് തന്നെ തൃപ്രയാർ തേവരെ വിശ്വാസികൾ ഖരസംഹാര മൂർത്തി എന്നും വിളിക്കാറുണ്ട്. 6 അടിയിലധികം ഉയരം വരുന്ന മഹാവിഷ്ണുവിൻ്റെ അഞ്ജനശില പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു. ഭഗവാന്റെ ഇരുവശവും ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും കാണാം. ഇവരെ വില്വമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ത്രിമൂർത്തി ചൈതന്യമുള്ള ഭഗവാന് മീനൂട്ട്, വെടിവഴിപാട്, കളഭാഭിഷേകം, പാൽപ്പായസം, അമ്പും വില്ലും സമർപ്പണം, ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, വിഷ്ണുമായ സ്വാമി എന്നിവരാണ്. കതിനവെടിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. നട തുറന്നിരിക്കുന്ന സമയം മുഴുവൻ കതിനകളുടെ ഘോരനാദം കേൾക്കാം. 10, 101, 1001 എന്നീ ക്രമത്തിലാണ് വഴിപാട് നടത്തിപ്പോരുന്നത്. അതിൽ തന്നെ ചെറിയ വെടിയും വലിയ വെടിയുമുണ്ട്. ഭക്തജനങ്ങൾ വഴിപാട് കഴിക്കേണ്ട ആളുകളുടെ പേരും നക്ഷത്രവും അറിയിച്ച് രസീതി വാങ്ങിക്കുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന വെടിവഴിപാട് നടത്തുന്ന അപൂർവം വൈഷ്ണവ ദേവാലയങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 7ാമത്തേതാണ് ശ്രീരാമൻ. ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിന് ഊട്ടുന്നു എന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിന് മുൻപിലുള്ള നദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട്. വെടിവഴിപാട് പോലെ തന്നെ ഇതും ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം മത്സ്യാവതാര കഥയാണ്. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യം പിറവിയെടുത്തത് ഈ നദിയിലാണ് എന്നൊരു വിശ്വാസവുമുണ്ട്. ഭക്തരുടെ അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനൂട്ട് ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. പാൽപ്പായസം, കളഭാഭിഷേകം, ചന്ദനം ചാർത്തൽ, ചാക്യാർകൂത്ത്, സുന്ദരകാന്ഡം പാരായണം, ഉദയാസ്തമന പൂജ തുടങ്ങിയവ മറ്റു വഴിപാടുകളാണ്. കർക്കിടക സമയത്ത് ദർശന സമയം പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ.